ഹായ് ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മിനിസ്റ്റേഴ്സിനെയാണ്. ആദ്യം പി.സി. വിഷ്ണുനാഥ്. പി.സി. വിഷ്ണുനാഥ് എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ നാഥ് എന്നുള്ള വേർഡ് നിർത്തേ. നാഥ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേദർനാഥ്, അമർനാഥ് എന്നൊക്കെ പറഞ്ഞാൽ നാഥ് നമ്മൾ ഓർക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊരു സിനിമയാണ്, അല്ലു അർജുന്റെ സിനിമയാണ് അല്ലെ? അപ്പൊ ഓർത്തിരുന്നേ, അത് രണ്ട് സ്ഥലങ്ങളുമാണ് അല്ലെ? സാംസ്കാരിക സ്ഥലങ്ങളാണോ? 3 പോയിന്റ് ഓർത്തു. സിനിമയാണ്, സാംസ്കാരികമാണ്, നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ പി.സി. വിഷ്ണുനാഥിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, സാംസ്കാരികം, സിനിമ. ഇനി മറന്നുപോകത്തില്ലല്ലോ, ഈ പിക്ചർ വെച്ച് ഓർക്കുക. അടുത്തത് മുരളീധരൻ. നമുക്കറിയാം, കെ കരുണാകരനെ അറിയാം, അദ്ദേഹത്തിന്റെ മകനെ അറിയാം. കെ കരുണാകരൻ എന്ന് പറയുന്ന ആളെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന വാക്കേതാ? ഗുരുവായൂരപ്പ എന്നുള്ള പദമാണ് അല്ലെ? അപ്പം ഗുരുവായൂരപ്പൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഏത് വകുപ്പായിരിക്കും? ദേവസ്വം. മുരളീധരന്റെ വകുപ്പ് എന്താണ്? ദേവസ്വം. ഇനി അടുത്തത്, ഇദ്ദേഹത്തിന് ഒരു 65+ ഏജ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ പറയുവോ? ഒരിക്കലുമില്ല. നല്ല വെളുത്ത് തുടുത്തിരിക്കുകയാണ് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതൊക്കെയാണ്? ആരോഗ്യവും ദേവസ്വവും. തെറ്റിപ്പോകരുത്. അടുത്ത മിനിസ്റ്റർ അനിൽകുമാർ ആർ. എന്താണ്? അനിൽകുമാർ ആർ. ആർ എന്ന് പറയുന്ന ആ വാക്ക് നോക്കിക്കേ. അനിൽകുമാർ ആർ. ആറാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. റവന്യൂ, ലാൻഡ് ആൻഡ് റവന്യൂ. 6 അവസാനിക്കുന്ന പേരുള്ള ഒരു മിനിസ്റ്ററാണ് അനിൽകുമാർ ആർ. അടുത്തത് മോൻസ് ജോസഫ് അല്ലെ? മോൻസ്. അപ്പൊ അവിടെ മോൻസി, സി എന്നുള്ള വാക്കൊന്ന് സ്ട്രെസ് കൊടുത്തേ. സിയിൽ എന്താ ഉള്ളത്? ജലമാണുള്ളത് അല്ലെ? അപ്പം ജലമുള്ളത് മോൻസി, സി അല്ലെ? അപ്പം ആ വേർഡ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ജലമുള്ളതാണ് ജലവിഭവ മിനിസ്റ്റർ. അപ്പം മോൻസ് ജോസഫിന്റെ വകുപ്പ് ഏതാണ്? ജലവിഭവം. അടുത്തത് O.J. ജനീഷ് കുമാർ എന്ന് പറയുന്നത് ആ വേർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. O.J. ജനീഷ് കുമാർ. ജനീഷ് ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ അല്ലെ? അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മിനിസ്റ്ററും ഇദ്ദേഹവുമാണ്, യൂത്താണ്. അപ്പൊ ജനീഷ്, ജന, ആ വേർഡ് അവിടെ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, യുവജനക്ഷേമം. ജന ഉണ്ട്, യുവജനക്ഷേമം. ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ, യുവജനക്ഷേമമാണ് അല്ലെ? അപ്പൊ പിള്ളേരാണെന്ന് മനസ്സിലായി. യൂത്ത് ആണല്ലോ. യൂത്ത് എപ്പോഴും എന്തിലായിരിക്കും? സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. കായിക വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അല്ലെ? യൂത്തിന് എല്ലായിടവും കറങ്ങാൻ പോകാൻ പറ്റും. അപ്പം സൂവും മ്യൂസിയവും ആരുടെ കയ്യിലാണ്? യൂത്ത് മിനിസ്റ്ററുടെ കയ്യിലാണ്. യൂത്ത് മിനിസ്റ്റർക്കാണ് പിള്ളേരെ എല്ലാം അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പ് നോക്കിക്കേ. യുവജനക്ഷേമമുണ്ട്, കായികമുണ്ട്, സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്. അടുത്തത് CP ജോൺ. ഈ CP ജോൺ എന്ന് പറയുമ്പോൾ ഇനിഷ്യലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. CP നമ്മൾ PSCയിലായാലും എവിടെയും പഠിച്ചിട്ടുണ്ട്. ഒരു CPയെ പഠിച്ചിട്ടുണ്ട്, ദിവാൻ CP പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ശരിക്കും തിരുവിതാംകൂറിലെ SRTC എന്ന് പറയുന്ന സംഭവം, ഇന്നത്തെ KSRTCക്ക് മുമ്പുള്ള SRTC വന്നത് ആരുടെ കാലഘട്ടത്താണ്? ദിവാൻ CPയുടെ സമയത്താണ് അല്ലെ? അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിരുവിതാംകൂറിൽ SRTC വന്നു, ഞാൻ പറഞ്ഞു ദിവാൻ CPയുടെ കാലത്താണ്. അങ്ങനെയാണെങ്കിൽ CP ജോണിന്റെ വകുപ്പ് എന്താണ്? ഗതാഗതം. എല്ലാ ഗതാഗതങ്ങളും ഉണ്ട്, ഗതാഗതമാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് N. ഷംസുദ്ദീൻ. ഈ N. ഷംസുദ്ദീൻ എന്ന് പറയുമ്പം നമ്മൾ ആ വേർഡ് നോർത്തേ. ഷംസുദ്ദീൻ അല്ലെ? അപ്പൊ ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ കണക്ട് ചെയ്യണം. ശിക്ഷ. ഹിന്ദിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറയുന്നത് എന്താണ്? ശിക്ഷ എന്ന വേർഡാണ്. ഷംസുദ്ദീനും ശിക്ഷയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെയാണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് N. ഷംസുദ്ദീനാണ്. പിന്നെ മൈനോറിറ്റി ഡെവലപ്മെന്റും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. മൈനോറിറ്റി ഡെവലപ്മെന്റും വരുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ. P.K. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മിനിസ്റ്ററെ കാണുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്? അദ്ദേഹം ഈ അലക്കി തേച്ച ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൈറ്റ് ലിനന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരാളാണ്. എപ്പോഴും നല്ല കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്നു. P.K. കുഞ്ഞാലിക്കുട്ടിയുടെ ഇമേജ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും മിനിസ്റ്ററെ പറ്റി അങ്ങനെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? വ്യവസായമുണ്ട്, IT ഉണ്ട്. മനസ്സിലായോ? PSCക്കൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത് IT ഉണ്ട്. ഇനിയും AI ഉണ്ട്. AI അദ്ദേഹത്തിന്റെ വകുപ്പാണ്.
ഇനിയും സ്റ്റാർട്ടപ്പ് ഉണ്ട്, വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ടപ്പ് ഉള്ളത്. മൈനിങ് ആൻഡ് ജിയോളജി, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഡ്രസ്സ് നോക്കിക്കേ എപ്പോഴും അലക്കി തേച്ചതാണ്, ഹാൻഡെക്സ്. അപ്പോൾ പരീക്ഷകൾക്ക് എപ്പോഴും ഇങ്ങനെ ഏറ്റവും അകത്തേക്കുള്ള വകുപ്പുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. മൈനിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, IT എപ്പോഴും ചോദിക്കുന്നതാണ്, ഹാൻഡെക്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. മറന്നു പോകേണ്ട, അതൊക്കെ ആരുടെയിലാണ്? PK കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററുടെയിലാണ്. നെക്സ്റ്റ്, ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ ഒരു ബേബിയെ കൊണ്ടുവന്നിട്ട് ബേബിക്ക് നമ്മൾ എന്താ പറയുക? ഷിബു ബേബി ജോൺ. കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ തന്നെ കഴിവുകൾ വളർത്തണം അല്ലെ? ബേബിക്ക് എന്ത് വളർത്തണം? കഴിവുകൾ വളർത്തണം. പിന്നെന്ത് പറയും? കാട്ടിപ്പോകാം, കൂട്ടിപ്പോകാം, കടനെ കണ്ടാൽ പേടിക്കുവോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ലേ? ആരോടെ ചോദിക്കത്തുള്ളൂ? കൊച്ചു പിള്ളേരോടെ ചോദിക്കത്തുള്ളൂ. അപ്പൊ കാട്ടിപ്പോകാൻ ആരോട് ചോദിക്കുന്നു? ബേബിയോട് ചോദിക്കുന്നു. വനം ചോദിച്ചു. സ്കിൽ ഡെവലപ്മെന്റും കഴിവുകൾ വളർത്തേണ്ടത് കുഞ്ഞിലെയാണ്, ബേബിയാണ്. അപ്പം ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മിനിസ്റ്ററെ നമുക്ക് ഓർക്കണമെങ്കിൽ എന്തു പറയണം? സ്കിൽ ഡെവലപ്മെന്റും വനവും ഓർത്തിരിക്കണം. അടുത്തത് അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് അല്ലെ? അനൂപ് എന്ന് പറഞ്ഞ നടൻ, ഞാൻ സിനിമ കാണുന്ന ആളാണ്. ഇപ്പം എപ്പോഴും എനിക്ക് ഈ അനൂപ് എന്ന് പറഞ്ഞ സിനിമാ നടനെ കാണുമ്പോൾ അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹം കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്, നാട്ടുംപുറത്തത്. അപ്പം നിങ്ങളൊന്നും വിഷ്വലൈസ് ചെയ്താൽ മതി. അദ്ദേഹം ഒരു റേഷൻ കടയിലേക്ക് പോകുന്നു, മനസ്സിലായോ? അനൂപ് എന്ന് പറയുന്ന നടൻ ഒരു റേഷൻ കടയിലേക്ക് പോകുന്നു. അപ്പൊ അനൂപ് ജേക്കബ് റിലേറ്റഡ് ടു ആരാണ്? അനൂപാന്ന് മനസ്സിലായല്ലോ. റേഷൻ കട എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യ വകുപ്പാണ്. കൺസ്യൂമർ അദ്ദേഹത്തിന്റെ വകുപ്പുണ്ട്. ലീഗൽ ആൻഡ് മെട്രോളജി ഉണ്ട്. കാരണം അളവ് തൂക്കങ്ങളൊക്കെ എന്താ? റേഷൻ കടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റേഷൻ കടയിലൂടെയാണ് ഭക്ഷ്യ വകുപ്പ് കൊടുക്കുന്നത്, ഭക്ഷ്യങ്ങൾ കൊടുക്കുന്നത്. കൺസ്യൂമർ, അതോടൊപ്പം തന്നെ ലീഗൽ ആൻഡ് മെട്രോളജി. ഇനി അടുത്തത് KM ഷാജി. ഷാജി പാപ്പനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ആ സിനിമ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറെ നമ്മൾ ആട് സിനിമയിലൂടെ ഭയങ്കരമായിട്ടും കൊണ്ടു നടന്ന ആൾക്കാരാണ്. അപ്പം ഷാജി പാപ്പൻ എന്താണ്? ഷാജി പാപ്പന് എന്താണ്? മെമ്പറാണ്. ഷാജി പാപ്പൻ എന്താണ്? മെമ്പറാണ്. നിങ്ങളുടെ ഇതിൽ ഷാജി പാപ്പന്റെ ജോലി മെമ്പറാണ്. അടുത്ത സിനിമയൊക്കെ വരുമ്പോൾ കേട്ടോ. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്താണ്? റൂറൽ ഡെവലപ്മെന്റ്, പഞ്ചായത്ത് തുടങ്ങിയ വകുപ്പിന്റെ മിനിസ്റ്റർ ആരാണ്? KM ഷാജിയാണ്. അടുത്തത് സണ്ണി ജോസഫ്. നോക്ക്, വേർഡ് എങ്ങനെ എഴുതുന്നത്? സൺ. സണ്ണിന്ന് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കും? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും അല്ലേ? സൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സണ്ണ്. അടുത്തത് ചോദിക്കുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അനേർട്ട് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സണ്ണി ജോസഫിന്റെയാണ് അല്ലേ? പാർലമെന്ററി അഫയേഴ്സും അദ്ദേഹത്തിനുണ്ട്. അപ്പം സണ്ണി ജോസഫാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ, എൻവയോൺമെന്റ് മിനിസ്റ്റർ. അനേർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അടുത്ത പേര് നോക്കിയേ, റോജി എം എന്താണ്? മാസ്റ്റേഴ്സ് എന്നാണ് വിചാരിച്ചോ. M സ്റ്റാൻഡ്സ് ഫോർ മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും? മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? ഉന്നത വിദ്യാഭ്യാസം മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണോ കൊടുക്കേണ്ടത്? അതെ, ഉന്നത വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസം, പിന്നെ അസാപ്പിന്റെ കോഴ്സുകളൊക്കെ ആർക്കായിരിക്കും? വിദ്യാഭ്യാസത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളല്ലേ? അപ്പൊ അസാപ്പ് അവിടെ വന്നു, സാങ്കേതിക വിദ്യാഭ്യാസം അവിടെ വന്നു, ഉന്നത വിദ്യാഭ്യാസവും റോജി എമ്മിന്റെ കീഴിലാണ് വന്നത്. ഇനി അടുത്തത് ബിന്ദു കൃഷ്ണ. നമ്മള് ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന പേര് ഓർക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ CID മൂസ സിനിമയുടെ സീൻ ഓർത്തേ. കുഞ്ഞുങ്ങളെ എടുക്കടി എന്ന് പറയുമ്പോൾ ആ സീനാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. കുഞ്ഞുണ്ടോ? ലേഡീസിന് പണി ഒഴിഞ്ഞ സമയമുണ്ടോ? ഇല്ലേ? എപ്പോഴും പണികളാണ്. അപ്പം കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പാലുകുപ്പി ഉണ്ടാകും അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഇമേജ് മനസ്സിലേക്ക് വെച്ചേ. ഇനി നമുക്ക് പഠിക്കാം. തൊഴിൽ, പണി ഒഴിഞ്ഞ സമയമുണ്ടോ? ഇല്ല, തൊഴിലുണ്ട്. വനിതയാണോ? കറക്റ്റാണ്. ശിശു ഉണ്ടോ? ഉണ്ട്, ശിശു ഡെവലപ്മെന്റ് കയ്യിലാണ്. പാലുണ്ടോ? ഡയറി ഡെവലപ്മെന്റ് കയ്യിലുണ്ട്. അടുത്തത്, പാല് കിട്ടണമെങ്കിൽ ആര് വേണം? പശു വേണം. മൃഗസംരക്ഷണവും ആരുടെ വകുപ്പാണ്? ബിന്ദു കൃഷ്ണയുടെ വകുപ്പാണ്. അപ്പൊ ഈ സൂവും മൃഗസംരക്ഷണവും ഒക്കെ തമ്മിൽ തെറ്റിപ്പോകരുത്. മനസ്സിലായോ? ഓക്കെ. അടുത്തത് ലിജു എന്ന വാക്കില് L-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു പദം അങ്ങ് പഠിച്ചോളൂ, ലിക്വർ. അതായത് നമ്മളൊന്നുമില്ല, വെള്ളം അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹകരിച്ച് വെള്ളം അടിക്കുന്നു. പൈസ പിരിച്ചാലല്ലേ നമുക്ക് വെള്ളം അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 വകുപ്പ് കിട്ടി. എക്സൈസും സഹകരണവും ആരുടെ കയ്യിലാണ്? ഏതാ മിനിസ്റ്റർ? ലിജു ആണ്. അടുത്തത് പേര് പിടിച്ചോളൂ, തുളസി. നമ്മൾ ഈ തുളസിമാല കെട്ടുക എന്നൊക്കെ പറഞ്ഞ എന്തിനാ ചെയ്യുന്നത്? ക്ഷേമത്തിനാണ് അല്ലെ? സാധാരണ അഭിവൃദ്ധിക്കൊക്കെ അല്ലേ അമ്പലത്തിലേക്ക് ഇത് ഇടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ക്ഷേമമാണ്? പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമം. ഏത്? SC/ST ഡെവലപ്മെന്റിന്റെ ക്ഷേമ വിഭാഗത്തിന്റെ മിനിസ്റ്റർ ആരാണ്? തുളസി. സിദ്ദിഖ് ടി എന്ന് പറയുന്നത്, ഞാൻ സിനിമ പറയാം.
നമ്മുടെ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പഴയ സിനിമയാണ്, നല്ല സിനിമയാണ്. അതിൽ സിദ്ദിഖിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, മണ്ണ് പരിശോധന ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അപ്പം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ സീൻ തന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പം നോക്കിക്കേ, കൃഷി ഓഫീസറാണ്, മണ്ണ് പരിശോധനയ്ക്ക് വരുന്നു. അത് രണ്ടും ആരാണ്? സിദ്ദിഖ് ടി ആണ്. സിദ്ദിഖ് ടിയുടെ വകുപ്പ് കൃഷിയും മണ്ണുമാണ്. അടുത്തത് രമേശ് ചെന്നിത്തല. നോക്കിക്കേ, തല എപ്പോഴും തല എന്തായിരിക്കും? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? തല. നമ്മൾ പറയാറില്ലേ, അജിത്തിനെയൊക്കെ വെച്ചിട്ട് പറയത്തില്ലേ, തലയാണ്. അപ്പോൾ എന്തായിരിക്കും? ആ തലയായിരിക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ പറയുന്നത്. തല എപ്പോഴും എന്തായിരിക്കണം? ഇമ്പോർട്ടൻ്റ് ആയിരിക്കണമെങ്കിൽ അത് വിജിലൻ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? വിജിലൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പഠിച്ചോളൂ. ആഭ്യന്തരം ആരുടെ കയ്യിലാണ്? രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. വിജിലൻസ് ആരുടെ കയ്യിലാണ്? രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു വകുപ്പായിരിക്കും കയർ. ആരുടെ കയ്യിലാണ്? രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. കാരണം അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, മാവേലിക്കരയിൽ നിന്ന് വരുന്ന ആളാണ്, ആലപ്പുഴയിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിന് തന്നെയാണ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന നാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് തന്നെയാണ് രമേശ് ചെന്നിത്തല, അല്ലേ? അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് കൊടുത്തു. അടുത്തത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ. അറിയാം, വി ഡി സതീശന് എന്താ LLB ബിരുദമുണ്ട്, LLM ബിരുദമുണ്ട്. സോ അദ്ദേഹത്തിന്റെ കയ്യിലിട്ട് നമ്മൾ എന്ത് കൊടുത്തു? നമ്മുടെ നിയമം കൊടുത്തു. ലോ ഉള്ള ആളാണ്, ഒത്തിരി പേര് ലോ ഉള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്, എന്നാലും ലോ ഓർത്തിരുന്നോളൂ. ഇനി ആ ലോ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് പൊതുഭരണം അദ്ദേഹത്തിന്റെ വകുപ്പാണ്. പൊതുഭരണം മനസ്സിലായോ? നികുതി, ധനം, തുറമുഖം. നികുതി കൊണ്ട് പിരിക്കുന്നതും ധനവും ഒക്കെ, ധനവകുപ്പും ആരുടെ കയ്യിലാണ്? അദ്ദേഹത്തിന്റെ കയ്യിലാണ്. നികുതി, ധനം, തുറമുഖം, പൊതുഭരണം. പിന്നെ സയൻസ് ആൻഡ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും ചിലപ്പം, സയൻസ് ആൻഡ് ടെക്നോളജി ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ AI ഉള്ള ആളുടെ കയ്യിലല്ല ഇപ്പോഴെന്ത്? സയൻസ് ആൻഡ് ടെക്നോളജി. AI ഞാൻ പറഞ്ഞു PK കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരുടെ കയ്യിൽ പോയി? വി ഡി സതീശന്റെ കയ്യിൽ പോയി. ഇനിയും ലോട്ടറി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്, വി ഡി സതീശന്റെയാണ്. അത് ഓർത്തിരിക്കാൻ പറ്റും. ധനം കിട്ടുന്ന മാർഗമല്ലേ ലോട്ടറി. PRDയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ. അടുത്ത് നോക്കിക്കേ, അബ്ദുൾ ഗഫൂർ. നമ്മളെ എപ്പോഴും ഗഫൂർ എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പം നമ്മൾ എല്ലാവരും ഓർക്കുന്നതാണ് ഗഫൂർ കാ ദോസ്ത്. എന്താ? നമ്മുടെ മമ്മൂക്കോയ ഒരു കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സീനായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. മമ്മൂക്കോയ എവിടുന്നാ കയറി വരുന്നത്? ഒരു കടലിൽ നിന്ന് ഇങ്ങനെ വരിക. ആ കടലിൽ നിന്ന് വരുന്നല്ലോ. കടലിൽ നിന്ന് വരുന്നെങ്കിൽ പിടിച്ചോതാ കോഡ്. കടലിൽ നിന്നാണ് വരുന്നത്. ഫിഷറീസ് ആരുടെ കയ്യിൽ പോയി? ഗഫൂർ, അബ്ദുൾ ഗഫൂർ. സോഷ്യൽ ജസ്റ്റിസ് നീതിമാനായ മിക്ക സിനിമകളിലും നമ്മുടെ മമ്മൂക്കോയ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര കള്ളത്തരമൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസും ആരുടെ കയ്യിലാണ്? അബ്ദുൾ ഗഫൂറിന്റെ കയ്യിലാണ്. ഇനി അടുത്തത് പി കെ ബഷീർ ആരാണ്? പൊതുമരാമത്ത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ്? പൊതുമരാമത്ത് വകുപ്പ്. അപ്പം നമുക്കറിയാം PK ബഷീർ രണ്ട് രീതിയിൽ ഓർത്തിരിക്കാം. ബഷീർ എന്ന് പറയുന്നത്, നമ്മൾ ഈ പൊതുമരാമത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് ഈ ബുൾഡോസറുകളൊക്കെ ഉണ്ടാവും ഇല്ലേ? ബുൾഡോസർ എന്ന് പറയുന്ന വണ്ടികളൊക്കെ ഇല്ലേ? ബഷീർ ബുൾഡോസർ പൊതുമരാമത്ത്. ഓർത്തിരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ? കോഡ് വെച്ചിട്ട് നമ്മുടെ മിനിസ്റ്റേഴ്സിനെ, കാരണം നമ്മൾ പുതിയ മിനിസ്റ്റേഴ്സാണ്, മന്ത്രിസഭ വന്നു, നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പാണ്. അപ്പം ഇങ്ങനെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? വരാൻ പോകുന്ന എക്സാംസിനൊക്കെ നമ്മുടെ CC ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്തും 3 വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയുള്ളവർക്കും എന്തും പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ CC ആപ്പിലൂടെ. അപ്പോൾ CC ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. പഠനം നല്ല അടിപൊളിയാക്കുക. പഠനം നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പഠിക്കാം CC ആപ്പിലൂടെ.